നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല വെറൈറ്റി ആയിട്ടൊരു മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഈ മാങ്ങാക്കറിക്ക്. ആദ്യം തന്നെ 2 മാങ്ങ ഞങ്ങൾ എടുത്തുള്ളത്, കിളിച്ചുണ്ട മാമ്പഴമാണ് നമ്മൾ എടുത്തുള്ളത് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയൊരു പാട്ടൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ആ പാട്ടൊക്കെ ഓർത്ത് വെച്ചതിന് ശേഷം തന്നെ നമുക്ക് അതൊക്കെ ചെത്തി ഇതേപോലെ സ്ലൈസ് ആയിട്ടൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു സവാള ചെറുതാക്കി നൈസായിട്ട് അരിഞ്ഞതും, പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് പച്ചമുളകും ഇഞ്ചി കറിവേപ്പിനും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 3/4 ടീസ്പൂണോളം മുളകും പൊടിയാണ് കേട്ടോ, എരിവിനനുസരിച്ച്. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മാങ്ങയിലേക്ക് നമുക്ക് ഇതൊക്കെ പാടൊന്ന് കൈകൊണ്ട് തന്നെ നല്ലോണം തിരുമ്പി ഒന്ന് യോജിപ്പിക്കണം. എന്നിട്ട് മാങ്ങ മുറിയും ചെയ്യരുത്, എൻ്റെ മാങ്ങയ്ക്ക് എല്ലാതും ആവണം. അതുപോലെ തന്നെ ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല നോർമലായ വെള്ളം, പുളിവെള്ളം ഒന്നുമല്ല, സാധാരണ നോർമലായ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് ഇട്ടോ, തോന വെള്ളം ഒഴിക്കുന്ന വേണ്ട, മാങ്ങ പെട്ടെന്ന് വേഗം, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലോണം തിളച്ച് മാങ്ങയൊക്കെ നല്ലോണം വെന്തരിയുന്ന സമയത്ത് നമുക്കതിലേക്ക് തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളി അത് അരച്ചതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ലോണം കുലുക്കിയതിന് ശേഷം അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പാകത്തിന് ഇതേപോലെ കുറുന്നനാവുമ്പോൾ നമുക്ക് നല്ലപോലെ തിളപ്പിച്ചൊന്ന് വാങ്ങി വെക്കാം. എന്നിട്ട് വേറെ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളു അല്ലെങ്കിൽ ചെറിയ സവോള ഇതേപോലെ നരിഞ്ഞത് കറിവേപ്പിനും ചേർത്ത് കൊടുക്കുക. ഒരു വറ്റൽമുളക് 1-2 വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. നല്ലൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലോണം മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളെ മാങ്ങാക്കറിയിലേക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നല്ല ചൂടിൽ ചോറോ തണുത്ത ചോറോ ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല, അതിലേക്കൊന്ന് കൂട്ടിക്കൊഴിച്ചൊന്ന് കഴിച്ചു നോക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്, ഒരു വെറൈറ്റി രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.